നമസ്കാരം. കേരള വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പത്രം പ്രഭാതത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്ന് പത്രം പ്രഭാതത്തിലേക്ക് പോകുമ്പോൾ ദേശാഭിമാനി, മാതൃഭൂമി, അതുപോലെ തന്നെ മനോരമ, ഈ 3 പത്രങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എടുക്കുന്നത്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മളെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ തന്നെ വളരെ വലിയ ദാരുണമായൊരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ഉണർന്നത്. കോഴിക്കോട് ഒരു വ്യാപാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. എന്തായാലും ആ ഒരു വാർത്ത തന്നെയാണ് എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദേശാഭിമാനി ആ വാർത്ത എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് എന്ന് നോക്കാം. നാടിന് നടുക്കിയ നരഹത്യ, 3 പേർ അറസ്റ്റിൽ, 3ആക്കി മുറിച്ചത് കട്ടറിൽ എന്ന് പറയുന്നുണ്ട്. അത് ആദ്യത്തെ പേജിൽ തന്നെയാണ് ആ ഒരു വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ട്രോളി ബാഗിലായിരുന്നു ഈ മരിച്ച ആളുടെ മൃതദേഹം ഉണ്ടായിരുന്നത്, കഷ്ണങ്ങളാക്കിയിട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എങ്ങനെയാണ് ആ ഒരു കൊലപാതകം നടത്തിയതെന്ന്, അതിൻ്റെ ഒരു രൂക്ഷമായ അവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ ഒരു വാർത്ത ആദ്യത്തെ പേജിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല 11-ാം പേജിലും ദേശാഭിമാനി ഈ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. നാട് നടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്, ATM-ൽ നിന്നും പണം പിൻവലിച്ച ആ ഒരു സാഹചര്യം ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹണി ട്രാപ്പ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ടോ തുടങ്ങിയ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഉറപ്പില്ല എന്നുള്ള പോലീസിൻ്റെ ആ ഒരു വാദം കൂടി ദേശാഭിമാനി 11-ാം പേജിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, അരുംകൊലയിൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. 3 പ്രതികൾക്കും ക്രിമിനൽ പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം 3 പേരെയായിരുന്നു ചെന്നൈയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ ഇന്നിപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ നിയമ നടപടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നിയമ നടപടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേർക്കും, അതും അറസ്റ്റിലായ 3 പേർക്കും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന രീതിയിലും ദേശാഭിമാനി വാർത്ത കൊടുക്കുന്നുണ്ട്. ദേശാഭിമാനിയുടെ 11-ാം പേജിലാണ് അത്തരം ഒരു വളരെ വിശദമായ രീതിയിൽ തന്നെ ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. മനോരമ പത്രം എടുക്കുകയാണെങ്കിലും അവരും ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ പേജിൽ തന്നെ ഈ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. നടുക്കമായി അരുംകൊല, 3 പേർ അറസ്റ്റിൽ എന്നാണ് ആ ഒരു തലക്കെട്ട്. മാത്രമല്ല കൊല്ലപ്പെട്ടത് കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ഹെഡ്ലൈനോട് കൂടിയും കൊടുക്കുന്നുണ്ട്. മനോരമയുടെ 1-ാം പേജിലാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചിത്രങ്ങളടക്കം കൊടുത്തിട്ടുണ്ട്. പ്രതികളുടെ ചിത്രങ്ങൾ ഷിബിലിയും ഫർഹാനയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട സിദ്ദിഖിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രതിയായിട്ടുള്ള ആഷിഖിൻ്റെ ഫോട്ടോയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിലെ ഈ അട്ടപ്പാടി ചുരത്തിൽ നിന്നാണ് ഈ ട്രോളി ബാഗ്, മൃതദേഹം കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞ ട്രോളി ബാഗുകളും ആ ഒരു ചിത്രം കൂടി കൊടുക്കുന്നുണ്ട്. അത് പുറത്തെടുക്കുന്ന ഒരു ദൃശ്യമാണ് കൊടുത്തിട്ടുള്ളത്. മനോരമയുടെ 1-ാം പേജിലാണ്. മനോരമയുടെ അതുപോലെ തന്നെ മനോരമ 10-ാം പേജിലും ഈ ഒരു വാർത്തയെ കൊടുത്തിട്ടുണ്ട്. പത്താം പേജിൽ കൊടുത്തിരിക്കുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതായത് സിദ്ദിഖിൻ്റെ മൃതദേഹങ്ങൾ അടങ്ങിയ ബാഗ് കണ്ട് പൊട്ടിക്കരയുന്ന മകൻ്റെ ഫോട്ടോ ആണ് മനോരമ പത്രം 10-ാം പേജിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫർഹാന, ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയെ 23-ാം തീയതി മുതൽ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് കുറച്ച് സ്വർണമൊക്കെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനോരമ 10-ാം പേജിൽ ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചിത്രം തന്നെയാണ് എവരെയും വിഷമത്തിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള വിഷന് ആ മകൻ്റെ ബൈറ്റൊക്കെ കിട്ടിയിരുന്നു. അതിൽ അദ്ദേഹം വളരെ വേദനാജനകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചും അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ല, അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരള വിഷൻ ന്യൂസിനോടും ആ മകൻ സുഹൈൽ പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ് എന്തായാലും ആ വാർത്തയുടെ ഫോളോ അപ്പ് ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. കാരണം ഇന്ന് ആ പ്രതികളെ നാട്ടിലെത്തിച്ച തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, കേരളത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്.
ആദ്യം നമുക്ക് മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പേജ് തന്നെ നോക്കാം. അതിൽ കടം വെട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് കേരളത്തിനുള്ള വായ്പ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള വെട്ടിച്ചുരുക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നാണ് മനോരമ പത്രം ആദ്യത്തെ പേജിൽ പറയുന്നത്. അതായത് കേരളത്തിന് കടമെടുക്കാവുന്ന ഒരു പരിധി എന്ന് പറയുന്നത് 32,442 കോടി രൂപയാണ്. പക്ഷേ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് 17,052 കോടി രൂപ മാത്രമാണ്. വീണ്ടും 1000 കോടിയുടെ അതായത് അത്ര വലിയൊരു നഷ്ടമാണ് കേരളത്തിന് ഇത്തവണയും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വായ്പ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ എന്തായാലും അത്തരം ഒരു വാർത്തയാണ് മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മനോരമയെ പോലെ മാതൃഭൂമിയും ആദ്യത്തെ പേജിൽ ഈ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. മാതൃഭൂമി പറയുന്നത് ഇങ്ങനെ ഒരു തലക്കെട്ടാണ്. അതായത് വായ്പാ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു, നെഞ്ചിൽ കുത്തി എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കുകയാണ്. ആ ഒരു ചിത്രം നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും. നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു ചെങ്കോൽ ഏറെ വിവാദമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചെങ്കോലിൻ്റെ പാർലമെൻറ്റിൽ സ്ഥാപിക്കാനുള്ള ആ ഒരു ചെങ്കോലിൻ്റെ ചിത്രം. ആ ഒരു ചിത്രം നരേന്ദ്രമോദി ഇങ്ങനെ ആ ഒരു ചെങ്കോല് പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം കേരളത്തിനെ ചവിട്ടി നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതായത് നെഞ്ചിൽ കുത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, അത് ആ ഹെഡ്ലൈനോട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ചിത്രം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതിൽ ഈ മന്ത്രി KN ബാലഗോപാലിൻ്റെ, നമ്മുടെ നിയമമന്ത്രി നമ്മുടെ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സംസ്ഥാനത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം. കഴിഞ്ഞ വർഷം വായ്പയിൽ വലിയ വെട്ടിക്കുറവ് വരുത്തി. ഈ വർഷവും അതേ നിലപാട് തുടരുകയാണ്. അതായത് ക്ഷേമാനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും പൂർണ്ണമായും സ്തംഭിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന് ബാലഗോപാൽ പറഞ്ഞിരുന്നു. ആ ഒരു കോട്ടുകൂടി കൊടുത്തുകൊണ്ടാണ് ദേശാഭിമാനി ഒരു വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വായ്പ അതൊരു വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം 32,437 കോടിയുടെ രൂപയ്ക്ക് അർഹതയുണ്ടായിട്ട് പോലും 23,000 കോടി മാത്രമേ നൽകിയുള്ളൂ. പക്ഷേ ഇത്തവണ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും 17,000 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലേക്ക് 1,500 എന്ന് പറയുന്ന 1,500 കോടിയിലേക്ക് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും വളരെ കുറവാണ് ഇത്തവണ നമുക്ക് ലഭിക്കാൻ പോകുന്ന വായ്പ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കടമെടുക്കാവുന്ന ഒരു പരിധി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ ഒരു കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രത്തിൽ. എന്തായാലും ദേശാഭിമാനി നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു വാർത്ത കൂടി ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുക്കുന്നുണ്ട്. അതായത് നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയാണ് പറയുന്നത്. അതായത് കോവിഡ് കാലത്തും കേരളം 1ാം സ്ഥാനത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോവിഡിന് മുന്നിൽ രാജ്യം പകച്ചു നിന്ന 2020-21 കാലത്തും മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകി കേരളം നീതി ആയോഗിൻ്റെ വാർഷിക ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് UPയും ബീഹാറും. മുൻ വർഷങ്ങളിലും കേരളം 1ാമതായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിരവധിയായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും, അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മരുന്ന് സംരക്ഷണശാലകൾക്കൊക്കെ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള രോഗികൾക്ക് ചികിത്സ ലഭ്യമാകുന്നില്ല എന്നൊക്കെ തുടങ്ങി ആരോഗ്യ മേഖലയെ വളരെ വലിയ രീതിയിൽ വിവാദങ്ങളൊക്കെ ഉയരുന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഒരല്പം ആശ്വാസമായിക്കൊണ്ട് നീതി ആയോഗിൻ്റെ ഈ ഒരു സൂചിക വന്നിട്ടുള്ളത്. എന്തായാലും കോവിഡ് കാലത്തും കേരളം 1ാം സ്ഥാനത്ത് എന്നുള്ളൊരു വളരെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. നമുക്കറിയാം പാർലമെൻറ്റ് മന്ദിരത്തെ വളരെയധികം ഈ നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അതിനിടയ്ക്കാണ് നാളെയാണ് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്.
നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി ഇനാഗ്രേഷൻ ചെയ്യണമെന്നൊക്കെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആവശ്യമുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് ആവശ്യം തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും എങ്ങനെയാണ് ഈ പത്രങ്ങൾ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് നോക്കുമ്പോൾ ആദ്യം നമ്മൾ മനോരമയിലേക്ക് വരികയാണ്. മനോരമയുടെ 8ഉം 9ഉം പേജുകളിലായിട്ടാണ് ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് ജനസഭ നവശോഭ എന്നുള്ളൊരു ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. അതായത് ലോക്സഭയിലേക്ക് ഇനി എത്ര സീറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ പുതിയ പാർലമെന്റ് വരുമ്പോൾ എത്രത്തോളം സീറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ആദ്യ അവസാനം മുതൽ ഉള്ള വിവാദങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിർമ്മാണം തുടങ്ങിയ ആ സമയം മുതൽ ഇപ്പോൾ ഇതാ ഇനാഗ്രേഷൻ അതിൻ്റെ ഉദ്ഘാടന വേള നടക്കുകയാണ്. ആ ഉദ്ഘാടനത്തിന് പോലും വിവാദത്തിലൂടെയാണ് ഉദ്ഘാടനം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. തുടക്കം മുതൽ അവസാനം വരെയും വിവാദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് ചെങ്കോൽ വിവാദം കൂടി വന്നിട്ടുള്ളത്. ഈ ചെങ്കോൽ വിവാദം എന്ന് പറയുന്നത് ഇത് ചെങ്കോൽ സ്പീക്കറുടെ സീറ്റിന് സമീപം സ്ഥാപിക്കാനുള്ള ഒരു ചെങ്കോലാണ്. ഇത് നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിന് സമ്മാനമായി നൽകിയിട്ടുള്ള ഒരു ചെങ്കോൽ കൂടിയാണ്. പക്ഷേ കോൺഗ്രസ് അടക്കം കോൺഗ്രസ് ഇതിനെ ഒരു വടി എന്നൊക്കെ വിശേഷിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് BJP വലിയ രീതിയിൽ പ്രതിഷേധം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർലമെന്റ് ആക്രമണം ഉണ്ടായൊരു സാഹചര്യം കൂടിയുണ്ട്. 2001 ഡിസംബർ 31 ആ ഒരു സംഭവം. അതുകൂടി പാഠമാക്കിക്കൊണ്ടാണ് ഈ പുതിയൊരു മന്ദിരത്തിലെ നിർമ്മാണം എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വളരെ വലിയ രീതിയിലാണ് ഈ ഒരു വാർത്തയെ മനോരമ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. മനോരമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പല സാഹചര്യങ്ങളിലും നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളതാണ്. ഈ റൂട്ട് മാപ്പ് വരയ്ക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മനോരമ ഈ ഒരു വാർത്തയെ കൂടി പാർലമെന്റിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ മനോരമയുടെ 9ആം പേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും, അതായത് ഈ പാർലമെന്റിന്റെ ഓരോ ഇരിപ്പിടവും അല്ലെങ്കിൽ ഓരോ ഭരണഘടനാ ഹാള്, അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഓഫീസ് മുറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മുറികളെയും ഓരോ ഇരിപ്പിടങ്ങളെയും പോലും അവർ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ലോക്സഭാ ചേംബർ അതെങ്ങനെയാണ് എന്നുള്ള അതിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതൊരു ഗ്രാഫിക്സ് ചിത്രം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽമരമുള്ള ഒരു നടുമുറ്റം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നടുമുറ്റത്ത് ഒരു ആൽമരം ഉണ്ട്. അതുപോലെ തന്നെ രാജ്യസഭാ ചേംബർ അതെങ്ങനെയായിരിക്കും എന്നുള്ള കാരണം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം UN-ൻ്റെ ആ ഒരു ആ ഒരു ഹോളുമൊക്കെയായി ചിലർ ഈ ഒരു പാർലമെന്റിൻ്റെ പുതിയ മന്ദിരത്തെ താരതമ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായും അത്തരത്തിലുള്ളൊരു പുതിയൊരു സമ്മേളന ഹാള് തന്നെയാണ് പാർലമെന്റിൽ ഒരുക്കിയിട്ടുള്ളത് എന്നാണ്. പക്ഷെ നമുക്ക് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് വിഡ സെൻട്രൽ ഹാള് എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ കൂടി കൊടുക്കുന്നുണ്ട് മനോരമയുടെ ഈ 9ആം പേജിൽ പറയുന്നൊരു കാര്യമാണ്. അതായത് പുതിയ മന്ദിരത്തിലേക്ക് പാർലമെന്റ് ചേക്കേറുമ്പോൾ പഴയ ചില കാര്യങ്ങൾ നൊമ്പരമാകുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കുറേ വർഷങ്ങളായി നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചില ഇരിപ്പിടങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രത്യേക ആളുകളുമായി നമുക്ക് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അത്തരത്തിൽ ചില ആളുകൾക്ക് പഴയ പാർലമെൻറ്റുമായി ചില മറക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അതായത് യെച്ചൂരി കോർണർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പഴയ പാർലമെൻറ്റിൽ. പക്ഷേ അത് പുതിയ മന്ദിരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഭാഗം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പവാർ പൊസിഷൻ എന്ന് പറയുന്നുണ്ട്. പവാറിന് ഇരിക്കാൻ, അതായത് സെൻട്രൽ ഹാളിൽ ദേശീയ നേതാക്കൾ പതിവായിരിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട്. അവരുടെ പേരിലാണ് ആ സീറ്റുകൾ അറിയപ്പെടുന്നത്. അതിലൊന്നാണ് പവാർ പൊസിഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ശരത് പവാറിനെ NCP നേതാവാണ്. അദ്ദേഹത്തിനും ഒരു ഇരിപ്പിടമുണ്ട്. പക്ഷേ ആ ഒരു ഇരിപ്പിടം ഇനി പുതിയ മന്ദിരത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള പ്രത്യേക സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നമുക്ക് കേരളത്തിനും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു പഴയ ആ ഒരു മന്ദിരത്തിൽ. അതായത് ലീഡറുടെ വാർ റൂം എന്ന് പറയുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പോരാട്ടങ്ങളുടെ അണിയറ നീക്കങ്ങൾ പതിവായി നടന്നിരുന്നു. സെൻട്രൽ ഹാളിലാണ് 1991 PV നരസിംഹറാവു സർക്കാരിന് ആദ്യകാലത്ത് സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിശ്വാസ പ്രമേയം ആ സമയത്തായിരുന്നു. അപ്പോൾ K. കരുണാകരൻ അടക്കമുള്ള നേതൃത്വത്തിൽ സെൻട്രൽ ഹാൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസിൻ്റെ കരുനീക്കങ്ങളൊക്കെ നടന്നിരുന്നു. അത് ഫലം കാണുകയും ചെയ്തു. ആ സമയത്ത്
അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ലീഡറുടെ വാർ റൂം എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ ഇനി ഒരു ഓർമ്മയാകാൻ പോവുകയാണ്. പുതിയ പാർലമെന്റ് മന്ദിരം നാളെ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഈ പറയുന്ന പഴയ സീറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. എല്ലാം ഇനി പുതിയതായിരിക്കും. പുതിയ മന്ദിരം, പുതിയ കാര്യങ്ങൾ, പുതിയ രീതികൾ എല്ലാം അങ്ങനെയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഈ പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് രാഷ്ട്രപതിയായിരുന്നു എന്നൊക്കെ ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാനുള്ളത്. ഈ ചെങ്കോലുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് നെഹ്റുവിൻ്റെ ചരമദിനം കൂടിയാണ്. പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ചരമദിനം ഇന്ന് എന്ന് പറഞ്ഞ മാതൃഭൂമി ആദ്യത്തെ പേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായി തന്നെയാണ് നെഹ്റുവിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ആദ്യത്തെ പേജിലാണ് മാതൃഭൂമി ഒരു വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മാതൃഭൂമിയുടെ 6ാമത്തെ പേജിലും വളരെ വിശദമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് നെഹ്റുവിനെ കുറിച്ച്. അതായത് നെഹ്റുവിനെ വീണ്ടെടുക്കുക എന്നുള്ളൊരു തലക്കെട്ടോടു കൂടി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു വാർത്ത നൽകിയിട്ടുള്ളത്. വാർത്ത അല്ല, അതൊരു ലേഖനമാണ്. പ്രമോദ് കുമാർ എഴുതിയിട്ടുള്ളൊരു ലേഖനമാണത്. 59ാമത്തെ ചരമവാർഷികമാണ് ഇന്ന് നെഹ്റുവിൻ്റേത്. മഹാത്മാഗാന്ധി കഴിഞ്ഞ ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുകയും പഠന വിഷയമാവുകയും ചെയ്ത ഒരേ ഒരു ഭാരതീയൻ അത് ജവഹർലാൽ നെഹ്റു ആണ് എന്നാണ് പ്രമോദ് കുമാർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു ലേഖനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നെഹ്റുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിക്കുന്നത്, ഒന്ന് ഭാവനാതീതികമായിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മറ്റൊന്ന് ആധുനിക ഇന്ത്യ ഉണ്ടായതെങ്ങനെ, അതിനൊക്കെ നെഹ്റുവിൻ്റെ ആ ഒരു പങ്കാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. അതുപോലെ പടവുകളായി രാഷ്ട്ര നിർമ്മാണം പറയുന്നുണ്ട്. ക്രോക്കറുടെ നിരീക്ഷണം, സത്യസന്ധമായ സംഹിത എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നെഹ്റുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നെഹ്റുവിനെ പ്രാധാന്യം കൊടുക്കുന്ന ചില കാര്യങ്ങൾ, രാജ്യത്തിന് നെഹ്റു സംഭാവന ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രമോദിൻ്റെ ഈ ഒരു ലേഖനം എന്നുള്ളത്. അതുപോലെ തന്നെ നെഹ്റുവിനെ കുറിച്ച് മനോരമയും ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട്. മനോരമയുടെ 8ാമത്തെ പേജിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വാർത്ത കൊടുത്ത അതിൻ്റെ താഴെ തന്നെയാണ് ഈ നെഹ്റുവിൻ്റെയും വാർത്ത കൊടുത്തിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പഴയകാല ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നെഹ്റു പ്രസംഗിക്കുന്ന ഒരു ചിത്രമാണ്. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്തായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചിത്രം കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ചരിത്രം അനശ്വരം പഴയ മന്ദിരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലക്കെട്ടോടു കൂടി ആ ഒരു വാർത്തയെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ആർ പ്രസന്നനാണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ 59ാമത് ചരമദിനം കൂടിയുണ്ട്. ഇത് മനോരമയാണ്. മനോരമയുടെ 8ാം പേജിലായിരുന്നു ഈ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എഡിറ്റോറിയൽ പേജ് നോക്കാം. എല്ലാ പത്രങ്ങളുടെയും നിലപാട് എന്താണ് എന്നുള്ളത് അറിയുന്നത് എപ്പോഴും എഡിറ്റോറിയൽ പേജ് നോക്കുമ്പോഴാണ്. നമുക്ക് ആദ്യം മനോരമയുടെ എഡിറ്റോറിയൽ പേജ് നോക്കാം. പേജ് 8ലാണ് മനോരമയുടെ എഡിറ്റോറിയൽ പേജ്. വാടാതിരിക്കാൻ വേണം കരുതൽ എന്നാണ് പറയുന്നത്. ഇതിൽ എൻഡോസൾഫാൻ ബാധിതർക്ക് ആവശ്യം ഉറച്ച കൈത്താങ്ങ് എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു എഡിറ്റോറിയൽ കൊടുത്തിട്ടുള്ളത്. എൻഡോസൾഫാൻ കേരളം കണ്ട ഏറ്റവും ക്രൂരമായൊരു ദുസ്വപ്നത്തിൻ്റെ പേരാണ്. കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും തോരാതെ പെയ്യുന്ന ദുരിതമഴയിൽ എത്രയോ പേരുടെ ജീവിതം വഴിമുട്ടിയിട്ടുണ്ട്. ദുരിതബാധിതരായ കുഞ്ഞുങ്ങൾ ജനിച്ചു തുടങ്ങി 1982 മുതൽ പേക്കിനാവിലാണ് ഈ ഒരു മേഖല എന്ന് തുടങ്ങിയാണ് ആ ഒരു എഡിറ്റോറിയൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയും നിലവിലെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. നഷ്ടപരിഹാരവും അതുപോലെ അവർക്ക് വേണ്ട ധനസഹായവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും അവർ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.
സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടിരുന്നു. നിരവധിയായിട്ടുള്ള സമരങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലും കാസർഗോഡും അതുപോലെ തന്നെ പല കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്നോണം വേണം ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് കൂടി ഈ ഒരു എഡിറ്റോറിയലിൽ മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അതായത് ജനാധിപത്യം എന്നാൽ സഹിഷ്ണുതയാണ്, നമ്മെ അനുകൂലിക്കുന്നവരോട് മാത്രമല്ല വിയോജിക്കുന്നവരോടും ഉള്ള സഹിഷ്ണുത എന്നുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു സന്ദേശം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനോരമയുടെ ഈ ഒരു എഡിറ്റോറിയൽ പേജ് കൈകാര്യം ചെയ്തിരിക്കുന്നത് മനോരമ. ഇനി നമ്മൾ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിലേക്ക് വരികയാണെങ്കിൽ ദേശാഭിമാനിയുടെ 6-ാം പേജിലാണ് എഡിറ്റോറിയൽ ഉള്ളത്. ഓർക്കുക, അഴിമതി അവകാശമാക്കരുത് എന്ന് പറയുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള അഴിമതിയും കൈക്കൂലി കേസും ഒക്കെ ഇങ്ങനെ സംസ്ഥാനത്ത് ഇങ്ങനെ അരങ്ങ് വാണുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ദേശാഭിമാനി ഈ ഒരു എഡിറ്റോറിയൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് നിരവധി ഓഫീസുകളിൽ ഉന്നതതല മിന്നൽ പരിശോധന നടത്തിയത് വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന റവന്യൂ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. സർട്ടിഫിക്കറ്റുകളും സേവനങ്ങളും ബോധപൂർവം അനുവദിക്കാതിരുന്നാൽ ശക്തമായ നടപടിക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഇത് നമുക്കറിയാം, സർക്കാരിൻ്റെ 2-ാം വാർഷികം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേളയിൽ സർക്കാരിനേറ്റ ഒരു ഇടുത്തി എന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത പോയിക്കൊണ്ടിരുന്നത്. അതായത് വലിയ രീതിയിലുള്ള അഴിമതിയും കൈക്കൂലിയും ഒക്കെ സംസ്ഥാനത്ത് നടക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു, സർവീസിനകത്ത് ഡോക്ടറേറ്റ് എടുത്ത അഴിമതിക്കാരുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളപൂശാനുള്ള ശ്രമമാണോ എന്നൊക്കെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു ഈ ഒരു എഡിറ്റോറിയലിനെ. കാരണം റവന്യൂ വകുപ്പിൻ്റെ ആ ഒരു നടപടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തായാലും നല്ല രീതിയിൽ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ കർശനമായ നടപടിയിലേക്ക് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യം. നമുക്കിനി IPLലേക്ക് വരാം. കാരണം IPL നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ ഈ IPLൻ്റെ പിന്നാലെയാണ്. നമ്മുടെ കേരള വിഷൻ്റെ ന്യൂസ് ഡെസ്ക്, സ്പോർട്സ് ഡെസ്ക് അടക്കം ഈ IPLൻ്റെ പിന്നാലെയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. എന്തായാലും IPL അവസാനിക്കാൻ ആ ഒരു കലാശപ്പോരിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നടന്ന ആ ഒരു കളിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഗുജറാത്ത് ചെന്നൈ ഫൈനൽ നാളെ നടക്കും എന്നുള്ളൊരു വാർത്തയുണ്ട്. ഇത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ അവസാനത്തെ പേജിലാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. അതിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഗിൽ എന്നുള്ളൊരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ദേശാഭിമാനി ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസിനെതിരെ സെഞ്ചുറി തികച്ച ഗുജറാത്ത് ടൈറ്റൻസ് ഓപ്പണർ ശുഭ്മാൻ ഗില്ലിൻ്റെ ആഹ്ലാദം എന്ന് പറഞ്ഞ രീതിയിലാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത് ദേശാഭിമാനി. അതുപോലെ തന്നെ നമുക്ക് ഇനി മാതൃഭൂമി പത്രത്തിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമിയിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാർത്ത. അത് രോഹിത് ശർമ്മ ഗില്ലിനെ അഭിനന്ദിക്കുന്ന ഒരു ഫോട്ടോ വെച്ചാണ് അവർ ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ആ ഒരു തലക്കെട്ട് അത് അതിഗംഭീരമെന്ന് തന്നെ പറയട്ടെ. ഗില്ലടിച്ച് ഗുജറാത്ത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു തലക്കെട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നാളെയാണ് ഈ ഒരു ഫൈനൽ പോരാട്ടം നടക്കുന്നത്. അതുപോലെ തന്നെ മനോരമയും ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. മനോരമയും അവസാന പേജിൽ തന്നെയാണ് സ്പോർട്സ് കൊടുത്തിട്ടുള്ളത്. അതിൽ ജയഗില്ലി എന്നാണ് പറയുന്നത്. എല്ലാവരും ഇന്ന് ഈ ശുഭ്മാൻ ഗില്ലിൻ്റെ ആ ഒരു ഫോട്ടോ സഹിതമാണ് കൊടുത്തിട്ടുള്ളത്. ഗില്ലിൻ്റെ ആഹ്ലാദ പ്രകടനവും അതുപോലെ തന്നെ ഗില്ലിൻ്റെ ഓരോ വിവിധങ്ങളായിട്ടുള്ള ഫോട്ടോകളൊക്കെ വെച്ചുകൊണ്ട് ഉള്ള രീതിയിലാണ് ആ ഒരു വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഈ IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരങ്ങളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ശുഭ്മാൻ ഗില്ല്. നേരത്തെ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ജോസ് ബട്ട്ലറും അടക്കം വാങ്ങിയിട്ടുണ്ട്. ഈ റൺസ് വാരിക്കൂട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ശുഭ്മാൻ ഗില്ലാണ്. ആ ഒരു വാർത്ത അങ്ങനെ ഒരു രീതിയിലാണ് മനോരമ ഈ കായികത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഈ ഒരു IPL വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും IPLൻ്റെ ഫൈനൽ മത്സരം നാളെ നടക്കാനിരിക്കുകയാണ്. നാളെ രാത്രി 7:30 ചെന്നൈ വേഴ്സസ് ഗുജറാത്ത് മത്സരം നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു വാർത്തകൾ പോകുന്നത്. ഇനി നമുക്ക്
കാർട്ടൂൺ കൂടെ ഒന്ന് നോക്കാം. കാരണം അത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആണ്. അതുകൊണ്ട് നമുക്ക് മാതൃഭൂമി തന്നെ നോക്കാം. മാതൃഭൂമിയിലെ കാകദൃഷ്ടിയിലേക്കാണ് പോകുന്നത്. കാകദൃഷ്ടിയിൽ AI ക്യാമറയ്ക്ക് മുന്നിൽ സമരം നടത്തുമെന്ന് കെ സുധാകരൻ പറയുന്നു. AI ക്യാമറ മറച്ച് സമരം ചെയ്യില്ലെന്ന് VD സതീശനും പറയുന്നു. ആ ഒരു രണ്ടുപേരുടെയും കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടുപേരും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. എന്തായാലും അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കാകദൃഷ്ടി പോകുന്നത്. അപ്പോൾ അതിനടിയിൽ പറയുന്നുണ്ട് അയ്യേ ക്യാമറ സമരം എന്ന് പറയരുത് എന്ന് പറയുന്നുണ്ട്. വളരെ ഒരു കോമഡി രൂപത്തിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് മാതൃഭൂമിയുടെ ദേശാഭിമാനിയുടെ കാർട്ടൂൺ കൂടി നോക്കാം. ദേശാഭിമാനിയുടെ 5-ാം പേജിലാണ് ഈ ഒരു ഹെഡ് മാഷ് എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ്. അതായത് പോക്സോ നിയമ ഭേദഗതിക്കായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും, ബ്രിജ്ഭൂഷൺ പങ്കെടുക്കും എന്ന് പറയുന്നുണ്ട് മോദി. നമുക്കറിയാം ഈ പോക്സോ കേസിൽ ഇപ്പോൾ പ്രതിയായിരിക്കുകയാണ് ഈ ബ്രിജ്ഭൂഷൺ സിംഗ്. അദ്ദേഹം പങ്കെടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഈ ഗുസ്തി താരങ്ങൾക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി എന്നോണമാണ് ഈ ഒരു വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ BJP സർക്കാരിനെ തികച്ചും ഒരു പരിഹാസ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ദേശാഭിമാനി തങ്ങളുടെ 5-ാം പേജിൽ ഹെഡ് മാഷ് എന്ന് പറയുന്ന ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കയ്യിൽ ആ ഒരു പോക്സോ കേസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കയ്യിൽ കൊടുത്ത ആ ഒരു ചിത്രം കൂടി വെച്ചിട്ടുണ്ട്. അധികാരത്തിന്റെ ആ ഒരു ചെങ്കോല് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും അധികാരം BJPയിലേക്ക് വീണ്ടും പോകുന്നു, അല്ലെങ്കിൽ BJPയുടെ അധികാരത്തിൽ എന്തുമാകാം എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു സൂചന നൽകുന്ന രീതിയിലാണ് ദേശാഭിമാനി ആ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ, കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഓരോ പത്രങ്ങളും ഈ വാർത്തകളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വാർത്തകളൊക്കെ ഇന്നും ഇതിൻ്റെയൊക്കെ ഫോളോ അപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ബ്രിജ്ഭൂഷൻ്റെ ഒക്കെ പ്രത്യേകിച്ച് സമരം നടത്താനൊക്കെ ഇരിക്കുകയാണ്. നാളെ ഒരുപക്ഷെ ബ്രിജ്ഭൂഷൺ ഈ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരം വളയാനുള്ളൊരു സാഹചര്യത്തിലേക്ക് കൂടി ഗുസ്തി താരങ്ങൾ പോകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ആ തറക്കല്ലിടുന്നത് മുതൽ ഇപ്പോൾ ഇതാ ഇനോഗ്രേഷൻ നടക്കുന്ന ഈ ഒരു വേളയിലും ഒരുപക്ഷെ ഈ ഉദ്ഘാടനം കഴിഞ്ഞാലും പാർലമെന്റ് മന്ദിരം വീണ്ടും വിവാദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാണുന്നത്. എന്തായാലും ഈ വാർത്തകളൊക്കെ ഇനി കേരള വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഒരു പത്രപ്രഭാതം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം നേരുകയാണ്.